വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ വിഷ്ണുവിൻ്റെ പിറന്നാൾ ദിവസത്തിൻ്റെ അന്ന് രാവിലെ വിഷ്ണുവും ശാലിനിയും കുട്ടികളും ഒക്കെ ആകെ റെഡിയായി ഒരുങ്ങി നിൽക്കുകയാണ്. അന്നേരമാണെങ്കിൽ ശാലിനിയാണെങ്കിൽ ഫോൺ ചെയ്യുന്നുണ്ട്. രാഘവൻ നായരെ ഫോൺ ചെയ്യുകയാണ്. അച്ഛനും സത്യാമ്മയും കൂടി നേരത്തെ ഇങ്ങോട്ടത്തേക്ക് എത്തണം, നമ്മൾ കാത്തിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ രാഘവൻ നായർ ആകെ വിഷമത്തിൽ പറയുന്നുണ്ട്, അമ്മയുടെ കാര്യം അറിയില്ല, ഞാൻ വരാൻ നോക്കാം എന്നിങ്ങനെ പറയുമ്പോൾ എന്താ അച്ഛായി പറയുന്നത്, അങ്ങനെയൊന്നും പറഞ്ഞാൽ ശരിയാവില്ല, അച്ഛനും അമ്മയും ഒക്കെ വരുന്നു എന്ന് കേട്ടിട്ട് കുട്ടികൾ ഇതേ വലിയ സന്തോഷത്തിൽ നിൽക്കുകയാണെന്ന് പറയുമ്പോൾ കുട്ടികളാണെങ്കിൽ ഒരുങ്ങി റെഡിയായി വരുന്നുണ്ട്. ശാലിനി സെറ്റ് സാരിയൊക്കെ എടുത്ത് വിഷ്ണു മുണ്ടും ഷർട്ടുമൊക്കെ ആയിട്ട് അവർ അമ്പലത്തിലേക്ക് പോകാനുള്ള ആ ഒരു തയ്യാറെടുപ്പാണെന്ന് തോന്നുന്നു. അങ്ങനെ ആ ഒരു സംസാരം കേൾക്കുമ്പോൾ വരണമെന്ന് ശാലിനി നിർബന്ധമായിട്ടും പറയുന്നുണ്ട്. പക്ഷേ രാഘവൻ നായർ സഹായനായിട്ട് നിൽക്കുകയാണ്. ഇനി സത്യഭാമ പോകുമോ ഇല്ലയോ എന്നുള്ളതാണ് അറിയേണ്ടത്. അതിനുശേഷം തലേ ദിവസമാണെങ്കിൽ സുബൈദ നൂറിനെ സത്യഭാമയുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയല്ലോ. പിറ്റേന്നാണെങ്കിൽ നൂറ് കുടുംബശ്രീയിലേക്ക് പോകുന്നുണ്ട്. അനൂപിൻ്റെ വീട് അവിടെയാണെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നതൊക്കെ. അന്നേരം ബാഗൊക്കെ ആയിട്ടാണ് നൂറ് ചെല്ലുന്നത്. ഓട്ടോയിൽ ചെന്നിറങ്ങുമ്പോൾ ഹോട്ടലിൽ നിന്നുകൊണ്ട് ഗോപാലകൃഷ്ണനും ശാരദാമ്മയും ശാരികയൊക്കെ കാണുന്നുണ്ട്. അതിനുശേഷം നൂറ് വീട്ടിലേക്ക് കയറുകയാണ്. പക്ഷേ അവിടെ തയ്യാറായിട്ടാണ് നൂറ് അവിടെ ചെന്നിട്ടുള്ളത്. അത് കേൾക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാൽ ഇവിടെ നിൽക്കാനായിട്ട് പറ്റില്ല എന്നിങ്ങനെ നൂറിൻ്റെ മുഖത്ത് നോക്കി ആകെ ദേഷ്യത്തോടെ ഗോപാലകൃഷ്ണൻ സംസാരിക്കുകയാണ്. അന്നേരം ശാരദാമ്മയ്ക്കാണെങ്കിൽ നിർത്തണമെന്നുണ്ട് നിർത്തണ്ടെന്നുണ്ട്, ആകെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് ശാരദാമ്മ. നൂറിങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. ഇനി എങ്ങോട്ട് പോകും എന്നുള്ള ഇതിൽ നൂറ് നിൽക്കുകയാണ്. മിക്കവാറും നൂറ് തിരികെ സത്യഭാമയുടെ വീട്ടിലേക്ക് പോകുമായിരിക്കും. എന്താണ് എന്നുള്ളത് എപ്പിസോഡ് വരുമ്പോഴത്തേക്കും നോക്കാം. ഓക്കെ, താങ്ക്